ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വർക്കിനായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് എൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ക്ലച്ച് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറിൽ നിന്ന് വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ലെവല് കുറവാണ്. ഉള്ള ഓയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കുറവുള്ളത് ടോപ്പ് അപ്പ് ചെയ്താൽ മതി കേട്ടോ. 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മാറ്റണം. ഇനി അത്രയും ഓടിയിട്ടില്ല എന്നാണ് തോന്നണമെന്നുണ്ടെങ്കിൽ ആ ലെവൽ കുറവുള്ളത് ടോപ്പ് അപ്പ് ചെയ്താൽ മതി. ഗിയർ ബോക്സ് ബെയറിംഗ് മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. നിലവിൽ ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് വരാൻ തന്നെ കാരണം ഇവിടെ ഒരു ബ്രീത്തർ പൈപ്പ് ഉണ്ട്. ഈ സൈഡിൽ ഒരു എയർ പൈപ്പ് പോലെ വന്നാണ്, അതായത് ഇതേപോലെയാണ് അതിൻ്റെ ഇത് വരാം. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് ഇതുമേന്ന് ചാടിപ്പോയേക്കാണ്. എനിക്ക് തോന്നുന്നു വല്ല കഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന് മിസ്സായേക്കണമായിരിക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം എഞ്ചിൻ ഗിയർ ബോക്സിനകത്തേക്ക് ഇറങ്ങി. ഗിയർ ബോക്സിലേക്ക് ഇറങ്ങിയിട്ട് ഈ എല്ലാ ബെയറിങ്ങും കംപ്ലയിൻറ്റാണ്. ഈ ബെയറിങ്ങൊക്കെ പോയി കിടക്കുന്നുണ്ടോ, ഇത്രയും ലൂസായി കിടക്കാണ്. ഈ ബെയറിങ് കംപ്ലയിൻ്റാണ്. ഈ ബെയറിങ് പോയേക്കാണ്. ഇവിടുത്തെ ബെയറിങ് ഗിയർ ബോക്സിലുള്ള എല്ലാ ബെയറിങ്ങും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രസൻസ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഗിയർ വീലുകൾക്കും തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഗിയർ വീലുകൾ മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓടുന്ന സമയത്ത് സൈലൻ്റ് ആയിരിക്കും. ഇനി ഗിയർ വീലുകൾ മാറ്റാതെ നമ്മൾ ഇത് പഴയ വീൽ തന്നെ ഇട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടണേന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വണ്ടിക്ക് ഒരു മൂളൽ സൗണ്ട് വരും. അത് ഗിയർ വീലുകൾക്ക് തേയ്മാനം വന്നേക്കണത് കൊണ്ട് തന്നെ സൗണ്ടാണ്. അത് മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി അതല്ലെങ്കിൽ ഇത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഗിയർ ബോക്സിൽ വന്ന എല്ലാ ബെയറിങ്ങും, ഓയിൽ സീൽ, ഗ്യാസ്കറ്റ്, ബ്രീത്തർ പൈപ്പ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. നോർമൽ സാധാരണ രീതിയിൽ ഈ ഒരു ബെയറിങ് മാത്രമാണ് നിലവിൽ കംപ്ലയിൻറ്റ് വരാറുള്ളൂ. ഇതിൻ്റെ എല്ലാം പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഗിയർ ബോക്സ് ബെയറിങ് ഇപ്പോൾ ആ ഒരു ബെയറിങ്ങേ പോയിട്ടുള്ളൂ. അതിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 1000-1250 രൂപ വർക്ക് തീരും. അതായത് പണിക്കാശ് അടക്കം അതുമ്പോൾ തീരും. ഇതിപ്പോൾ നിലവിൽ ബെയറിങ്ങുകൾ അഡീഷണലായിട്ട് വരും. പിന്നെ ഇതൊക്കെ വെൽഡ് ചെയ്ത് പുറമെ കൊണ്ടുപോയിട്ട് ഇലക്ട്രിക് വെൽഡ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്തൊക്കെ അഴിച്ചെടുക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് വരും. ലേബർ ചാർജിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. റിപ്ലൈ ഇടുമ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് കൃത്യമായിട്ട് എടുത്ത് പറയണം കേട്ടോ. അതെന്താ ചെയ്യേണ്ടത്, മാറ്റണമെങ്കിൽ മാറ്റണമെന്ന് പറയണം. അതല്ലെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്താൽ മതിയെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാൻ പറയാം. അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഗിയർ വീലുകളുടെ കേസ് കേട്ടോ. ഗിയർ വീല് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓടണതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓടണ സമയത്ത് ഒരു മൂളൽ, ഈ ഓട്ടോറിക്ഷയൊക്കെ മൂളണ പോലെ മൂളൽ സൗണ്ട് കേൾക്കും. അത് മാത്രമാണ് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വരുള്ളൂ. വണ്ടി ഓടണതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അത് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നോർമൽ സാധാരണ സൗണ്ട്, അതായത് സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് നോർമൽ രീതിയിലേക്ക് മാറും. അപ്പോൾ അത് അറിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ കേസൊക്കെ ഈ എഞ്ചിൻ ഓയിലിൻ്റെയും ഗിയർ വീലുകളുടെ കേസൊക്കെ കൃത്യമായിട്ട് എടുത്ത് നമ്മുടെ അടുത്ത് പറയാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ ബാക്കിലത്തെ ടയറൊക്കെ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടത് നോക്കിയാൽ പറഞ്ഞേരെ. മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്ക് നമുക്ക് മാറ്റി വിടാം. പിന്നെ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബെൽറ്റൊക്കെ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്. വേരിയേറ്റർ ബോഡിയൊക്കെ നോർമൽ രീതിയിലുള്ള തേയ്മാന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ക്ലച്ച് ഷൂ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം മാറ്റി ഇത് പുതിയതാണ് കിടക്കണം. പക്ഷേ അത് കമ്പനി ആയിട്ടല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് ഇതൊന്നും കിടക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത്, ഫസ്റ്റ് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് മൊത്തത്തിലൊരു കുടച്ചിലും ജെർക്കിങ്ങും വരുന്നത് ഈ ക്ലച്ച് ഷൂ ഡ്യൂപ്ലിക്കേറ്റ് കിടക്കുന്നത് കൊണ്ടാണ്. ആ ക്ലച്ച് ഔട്ടറിൽ കൃത്യമായിട്ട് പിടിക്കാത്തത് കൊണ്ടാണ് ആ സൗണ്ട്, ആ ഒരു വൈബ്രേഷൻ വരുന്നത് കേട്ടോ. ആ സൗണ്ടും വൈബ്രേഷനൊക്കെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവും. അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ഔട്ടർ ആദ്യം പോളിഷ് ചെയ്തതിന് ശേഷം ഈ ക്ലച്ച് ഷൂ മാറ്റി കളഞ്ഞാലാണ് അത് റെഡി ആവുള്ളൂ. തൽക്കാലം ക്ലീൻ ചെയ്തിടുമ്പോൾ ഇപ്പോൾ ഇന്നെടുത്ത് കൊണ്ടുപോകുമ്പോൾ കാണിക്കില്ല, കാരണം അത് ക്ലീൻ ചെയ്തിടുമ്പോൾ അത് ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പിടിക്കാതെ വരും, ആ കംപ്ലയിൻറ്റ്സ് വീണ്ടും വരും. പിന്നെ ഈ ക്ലച്ചിൻ്റെ നെട്ടൊക്കെ വെട്ടി അഴിച്ചേക്കണതാണ്. അപ്പോൾ ക്ലച്ച് ഷൂ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നിർത്തിയാൽ മതി, ക്ലീൻ ചെയ്തിട്ടാലും മതി. അപ്പോൾ അതിൻ്റെ കേസൊക്കെ എന്തെങ്കിലും ചെയ്യണുണ്ട്. ഇതൊന്നും നമുക്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധമുള്ള കേസല്ല. ഞാനത് കൃത്യമായിട്ട് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് ജർക്കിങ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഗിയർ ബോക്സ് പണിതതിന് ശേഷവും ക്ലച്ച് ജർക്കിങ് വരും. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ്. ബെൽറ്റൊക്കെ പുതിയത് കിടക്കണേ. ഈ വേരിയേറ്റർ ബോഡിയൊക്കെ നോർമൽ ചെറിയ തേയ്മാനമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബാക്കിൽ കിടക്കണം ബ്രേക്ക് ലൈനറും കമ്പനി ലൈനറും എന്നല്ല, ഡ്യൂപ്ലിക്കേറ്റർ ലൈനർ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ബോക്സൊക്കെ റെഡി ആക്കിയാലും ബ്രേക്ക് ലൈനറിനൊരു ചതഞ്ഞ പോലെ ആയിരിക്കും. ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല, ചതഞ്ഞ രീതിയിലായിരിക്കും. അത് തൽക്കാലം അത് കിടന്ന് ഓടിയാലും കുഴപ്പമില്ല, നമ്മളെന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചാലാണ്. പിന്നീട് മാറ്റിയിടുമ്പോൾ കമ്പനി ഒറിജിനൽ പാർട്സ് ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് പറയാം. അതിനകത്ത് നമുക്ക് ഗിയർ ബോക്സിൽ വരുന്ന ഈ ബെയറിങ്ങുകൾ 6 ബെയറിങ് വരും. 6 ബെയറിങ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഗ്യാസ്കറ്റ്, ബ്രീത്തർ പൈപ്പ്, ഗിയർ ഓയിൽ, അതിൻ്റെ ബോൾട്ട് വാഷ്,
വെൽഡ് ചെയ്ത് അഴിക്കണതിൻ്റെ ചാർജ് വരും, അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ലേബർ ചാർജ് നോർമൽ രീതിയിൽ നമുക്ക് വന്ന ഗിയർ ബോക്സൊക്കെ അഴിക്കുമ്പോൾ 750 രൂപ നമുക്ക് ചാർജ് വരാം. ഇത് നമ്മൾ 2 പ്രാവശ്യം ലെയ്ത്തിലേക്ക് കൊണ്ടുപോയി എടുത്തുകൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയനഷ്ടം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 1000 രൂപ ലേബർ ഗിയർ ബോക്സിന് മാത്രമായിട്ട് വരും കേട്ടോ. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിപ്ലൈ ഇടാം. എൻജിൻ ഓയിലിൻ്റെ കേസും ഗിയർ വീലുകളുടെ കേസൊക്കെ കൃത്യമായിട്ട് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.